പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ 2 ചിത്രങ്ങൾ, അത് അന്യഭാഷാ ചിത്രങ്ങളാണ്. തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ മാസങ്ങളെല്ലാം പറഞ്ഞത് തുടരും, അതുപോലെ എമ്പുരാനും ഒക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ 2 അന്യഭാഷാ ചിത്രങ്ങൾ തന്നെയാണ് തിയേറ്ററിൽ ഓളങ്ങ് സൃഷ്ടിക്കുന്നത്. ഒന്ന് അമീർ ഖാൻ്റെ ചിത്രമാണ് ഫിദാരെ സമീൻ പാ എന്ന ചിത്രം ആണ്. ഒരു ബാസ്കറ്റ് ബോൾ കോച്ചായിട്ട് അമീർ ഖാൻ നിറഞ്ഞാടി ചിത്രം. പ്രേക്ഷക പിന്തുണ നേടി ഈ ചിത്രം നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുന്ന വിവരമാണ് പങ്കുവെക്കാനുള്ളത്. ഒരു സ്പോർട്സ് കോമഡി ജോണറിൽപ്പെട്ട ഈ ചിത്രം പ്രേക്ഷക പിന്തുണ നേടിയാണ് ഈ ചിത്രം മുന്നേറുന്ന കാഴ്ച കാണാം. വളരെ നാളിന് ശേഷം അമീർ ഖാൻ്റെ ഒരു ചിത്രം തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടുന്നതായിട്ടും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഒരു ഹിന്ദി മേഖലയ്ക്ക്, ഹിന്ദി സിനിമകൾക്ക് ഒരു പ്രത്യേക ഉണർവ് ഈ ചിത്രം നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യ ദിനം ഈ ചിത്രം നേടിയത് 19 കോടി രൂപയാണെങ്കിൽ, 19 കോടി എന്ന് പറയുന്നത് ആദ്യ ദിനം ഒരു ഹിന്ദി സിനിമയെ പറ്റി, പ്രത്യേകിച്ച് അമീർ ഖാൻ്റെ ഒരു സിനിമയെ പറ്റി ഇതിലുള്ള കളക്ഷനൊന്നും അല്ല 19 കോടി എന്ന്. പക്ഷേ രണ്ടാമത്തെ ദിവസം പടിപടിയായിട്ട് ഇത് നില മെച്ചപ്പെടുത്തുന്നതാണ് കണ്ടത്. രണ്ടാമത്തെ ദിവസം ഇത് 34 കോടിയിലേക്ക് കടക്കുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം ഇത് 40 കോടിയും കടന്ന് മുന്നേറുന്ന കാഴ്ച കാണുന്നു. അങ്ങനെ ഇത് 3 ദിവസം കൊണ്ട് ഏകദേശം 94 കോടിയാണ് വാരിക്കൂട്ടിയത്. അപ്പോൾ നാലാമത്തെ ദിവസവും ഈ ചിത്രം മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കും. ഇന്ന് 8540 ടിക്കറ്റാണ് മണിക്കൂറിൽ ഈ ചിത്രത്തിൻ്റെതായി വിറ്റുമാറുന്നത്. അപ്പോൾ ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഈ ചിത്രത്തിന് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഏകദേശം 20 കോടിക്ക് മുകളിൽ ഈ ചിത്രം ഇന്ന് നേടും എന്ന് തന്നെ നമുക്ക് നിശ്ചയമായിട്ടും ഉറപ്പാക്കാം. അങ്ങനെ ഒരു 115-20 കോടിയിലേക്ക് ഈ ചിത്രം എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ അമീർ ഖാൻ ചിത്രം 1ാം സ്ഥാനത്ത്, ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കോടികളുടെ കിലക്കം തീർത്ത് 1ാം സ്ഥാനത്ത് തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു ചിത്രമാണ് ശേഖർ കമൂല സംവിധാനം ചെയ്ത് ധനുഷും നാഗാർജുനയൊക്കെ മുഖ്യ കഥാപാത്രമായിട്ടെത്തിയ കുബേര എന്ന ചിത്രം. പണത്തിൻ്റെ കഥ പറയുന്ന കുബേര. ആ ചിത്രം നമ്മൾ അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് സാമാന്യം ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് കുബേര എന്ന ചിത്രം. പക്ഷേ ഇത് നെഗറ്റീവ് കമൻറ്റുകളും നെഗറ്റീവ് റിവ്യൂ ഒക്കെ ഒത്തിരി വന്ന ചിത്രമാണ്. പക്ഷെ അതൊന്നും തന്നെ ഈ കളക്ഷനെ ബാധിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ആദ്യ ദിനം ഇത് 28 കോടിയാണ് നേടിയെങ്കിൽ രണ്ടാമത്തെ ദിവസമായപ്പോൾ 27 കോടിയാണ് ഈ ചിത്രം നേടിയത്. മൂന്നാമത്തെ ദിവസം 35 കോടി നേടി ഈ ചിത്രം 90 കോടിക്ക് മുകളിൽ ആണ് കളക്ഷൻ നേടി നിൽക്കുന്നത്. ഇന്നും സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ തന്നെ ഈ ചിത്രം നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇന്നുകൊണ്ട് 100 കോടി 110 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ധനുഷിൻ്റെ കരിയറിലെ ഒരു മികച്ച കഥാപാത്രമായിട്ടാണ് കുബേരയിലെ കഥാപാത്രവും അറിയപ്പെടുന്നത്. ഇന്നും ഈ ചിത്രം 6150 ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുമാറുന്നുണ്ട് മണിക്കൂറിൽ. അത് തന്നെ മികച്ച ഒരു ബുക്കിംഗ് തന്നെയാണ്. ഇന്നും ഏകദേശം 1 ലക്ഷത്തിന് അടുത്തുള്ള ടിക്കറ്റ് വിൽപ്പന ഈ ചിത്രത്തിൻ്റെതായി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 20 കോടി റേഞ്ചിൽ തന്നെ ഇന്നും ഈ ചിത്രം നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 2 ചിത്രങ്ങളാണ് ഇന്ത്യൻ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നത്. ഒന്ന് അമീർ ഖാൻ്റെ ചിത്രം, മറ്റൊന്ന് ധനുഷിൻ്റെ ചിത്രം. ഈ 2 ചിത്രങ്ങളും മികച്ച രീതിയിൽ കോടികളുടെ കഥ പറയുന്ന ചിത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. കോടിക്കിലുക്കമാണ്. അങ്ങനെ 2 ചിത്രങ്ങൾ അടുപ്പിച്ച് 100 കോടി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേടുന്ന കാഴ്ച മികച്ച രീതിയിൽ മുന്നേറ്റം നടത്തുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. മലയാളത്തിലെ ചിത്രങ്ങളുടെ അവസ്ഥയാണ്. അത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഒക്കെ ബൈ.